ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും പോയാൽ നമുക്കൊന്നൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ. അതിന് കുതിർത്ത് വെച്ച ഗ്രീൻ പീസിലേക്ക് ലേശം ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വന്നതിന് ശേഷം ഞാനിവിടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, 2 പച്ചമുളക്, ഒരു സവാളയും ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വേവിച്ച് വെച്ച ഗ്രീൻ പീസിലേക്ക് ചേർക്കാം. അത് ഒരു 3 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. അരപ്പിന് വേണ്ടി കുറച്ച് തേങ്ങയും പെരിഞ്ചീരകവും കുറച്ച് കാഷ്നട്ടും ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായി വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മൾ വെന്ത് വന്ന് അതിനകത്തേക്ക് ചേർക്കാം. നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് ഗരം മസാലയും കുറച്ച് കുരുമുളകും ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് ഒരുപാട് തിളച്ച് പോകരുത്. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് താളിക്കാവുന്നതാണ്. അപ്പത്തിൻ്റെ ഒപ്പവും ഇടിയപ്പത്തിൻ്റെ ഒപ്പവും ഇഡ്ഡലി, ദോശ എല്ലാത്തിൻ്റെ ഒപ്പവും അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.